സൂപ്പർ മാർക്കറ്റിൽ പോയി കുറച്ച് സാധനം മേടിച്ചുകൊണ്ട് നമ്മൾ നേരെ പോയത് പച്ചക്കറി കടയിലോട്ടാണ് കേട്ടോ. ഒരാഴ്ചത്തേക്കുള്ള പച്ചക്കറി ഇനി മേടിക്കണം. ഓരോരോ ആഴ്ചയിലാണ് പച്ചക്കറി മേടിക്കുന്നത് ഞങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരാഴ്ചത്തേക്കുള്ള കുറച്ച് പച്ചക്കറികളൊക്കെ മേടിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി. എൻ്റെ കൂടെ കൂട്ടിന് പവിയാട്ടോ ഉള്ളത്. അവളാണ് എനിക്ക് വിപ്പി ഇല്ലാത്തപ്പം എൻ്റെ കൂട്ട്. ഇറങ്ങി നമ്മൾ നേരെ കേക്ക് വേൾഡിൽ ചെന്നിട്ട് അവൾക്കൊരു ഐസ്ക്രീം മേടിച്ചു കൊടുത്തു. എന്നിട്ട് ഞാനൊരു ലൈമും പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. വെയിലെന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലോ ഉച്ചയ്ക്കോട്ട് അടിക്കുന്ന വെയിൽ. എൻ്റെ കഷ്ടാലത്തിന് ഞാൻ ഉച്ചയ്ക്കാണ് സാധനം മേടിക്കാൻ ഇറങ്ങിയത്. അങ്ങനെ ഈ ലൈം കുടിച്ചപ്പോഴാണ് ഒരു ആശ്വാസം. എൻ്റെ നാക്കിൻ്റെ പ്രശ്നമാണോ ഇനി ലൈമിൻ്റെ പ്രശ്നമാണോ എന്ന് പറഞ്ഞുകൂടി. ഇപ്പോൾ ഞാൻ എവിടെ നിന്ന് കുടിച്ചാൽ ലൈമിന് ഭയങ്കര കയ്പ്പാണ്. അതിനുശേഷം നമ്മൾ നേരെ മീൻ കടയിലോട്ട് പോയിട്ട് എന്തെങ്കിലും മീൻ മേടിക്കാമെന്ന് വെച്ചിട്ട് ചൂര മേടിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അവിടെ നിന്ന് തന്നെ ക്ലീനാക്കി വെട്ടിയൊക്കെ തരും. ക്ലീൻ ആക്കത്തില്ല, വെട്ടിത്തരും. അങ്ങനെ അത് വെട്ടി മേടിച്ചുകൊണ്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് വിട്ടു. ഇത് എന്നോട് താണ്ട കഥ പറഞ്ഞാലും അവൾക്ക് മതിയാവത്തില്ല. അവൾ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പോയ വിശേഷങ്ങളൊക്കെ. എന്നിട്ട് ഞങ്ങൾ നേരെ അവിടെ അമ്പലത്തിലല്ല, റോഡിൽ ചോറ് കൊടുക്കുന്നുണ്ടായിരുന്നു പറയുടെ ഇത് അനുബന്ധിച്ച്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ചോറൊക്കെ മേടിച്ച് കഴിച്ചു. സാമ്പാറും അവിയലും തോരനും അച്ചാറും പായസം എല്ലാം കൂട്ടി ഒരു പിടി പിടിച്ചു. അമ്പലത്തിലെയും ഇതുപോലൊക്കെ കിട്ടുന്ന ചോറൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ ചോറൊക്കെ വയറ് നിറച്ച് കഴിച്ചിട്ട് ഞാൻ നേരെ വീട്ടിലോട്ടാണ് പോയത്. മേടിച്ച സാധനങ്ങളെല്ലാം എടുത്ത് പുറത്ത് വെച്ചിട്ട് ഇനി ഓരോന്നായിട്ടെല്ലാം ഓരോ പാട്ടയ്ക്കകത്ത് എടുത്ത് വെക്കണം. ഈ ഒരു സാധനം ഇല്ല, അത് 70 രൂപയാണ്. എനിക്കത് കുറച്ച് വെറുതായിട്ട് തോന്നി, ലാഭമായിട്ട് തോന്നി. അങ്ങനെ ഞാനത് മേടിച്ചു. പിന്നെ ഓരോന്നും ഞാൻ ഓരോരോ പാട്ടയ്ക്കകത്തൊക്കെ ഇട്ട് വെച്ചേക്കാണ്. ബാക്കി വരുന്നതൊക്കെ ഞാൻ എടുത്ത് മടക്കി വെച്ചിട്ട് ആ ബാക്കി വന്നതാണ് ആദ്യമേ യൂസ് ആക്കാറ്. പിന്നെ ഉള്ളു ഈ പാട്ടയ്ക്കകത്തിരിക്കുന്നതൊക്കെ എടുക്കുന്നത്. പിന്നെ കൊച്ചുള്ളി മേടിച്ചിട്ടുണ്ടായിരുന്നു. കൊച്ചുള്ളി ഞാൻ എവിടെ വലിയ ഉള്ളി കണ്ടാലും, കൊച്ചുള്ളി തന്നെ വലിയ ഉള്ളി ഉണ്ടല്ലോ, അത് ഞാൻ മേടിക്കും കേട്ടോ. അതാണ് പൊളിക്കാൻ എളുപ്പം.